ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് ലോക്കിംഗ് ബേസ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ്. അതിലെ ടു ഫേസ് ലോക്കിംഗ്, സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്, ലോക്ക് കോമ്പാറ്റബിലിറ്റി. ഓക്കെ, ഈ 3 ടോപ്പിക്സ് ആണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Locking based concurrency control protocols. Locking based concurrency control protocol use the concept of locking data items. അതായത് കൺകറൻസി കൺട്രോൾ നമുക്കറിയാം അല്ലേ? അതായത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ കൺകറൻ്റ്ലി അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ്ലി എന്ത് ചെയ്യാണ്, എക്സിക്യൂഷൻ ചെയ്യാണ് അല്ലേ? അപ്പോൾ ആ എക്സിക്യൂഷൻ ടൈമിൽ യാതൊരു ഇൻ്റർഫറൻസ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസിന് മുന്നായിട്ട് തന്നെ ഡാറ്റ ഐറ്റത്തിന് ശരിക്കും പറഞ്ഞാൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയലി ഈക്വലന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? യാതൊരു എറേഴ്സും കാര്യങ്ങളും കൂടാതെ ആ ട്രാൻസാക്ഷൻ അല്ലെ, മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ കൺകറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ a lock is a variable associated with a data item that determine whether read or write operation can be performed on that data item. ഇനി ട്രാൻസാക്ഷൻ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഷെഡ്യൂൾ സോ ദാറ്റ് ദെയർ ഇഫക്റ്റ് ഓൺ ഷെയർഡ് ഒബ്ജക്റ്റ് ഈസ് സീരിയലി ഈക്വലന്റ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഓൾ ആക്സസ് ബൈ എൻ ട്രാൻസാക്ഷൻ ടു എൻ പെർട്ടിക്കുലർ ഒബ്ജക്ട് മസ്റ്റ് ബി സീരിയലൈസ് വിത്ത് റെസ്പെക്ട് ടു അനദർ ട്രാൻസാക്ഷൻ ആക്സസ്. അതെന്ന് പറഞ്ഞാൽ ഒരു സർവറിന്റെ കേസാണ് പറയുന്നത്. അതായത് ഒരു സർവർ എങ്ങനെയാണ് സീരിയലി ഈക്വലന്റ് ആവുന്നത്? അതായത് ഒബ്ജക്റ്റിനെ സീരിയലി എന്ത് ചെയ്തെടുക്കണം, അസസ് ചെയ്തെടുക്കണം. ഓക്കെ, എ സെർവർ ക്യാൻ അച്ചീവ് സീരിയൽ ഈക്വലൻസ് ബൈ സീരിയലൈസിങ് ആക്സസ് ടു ഒബ്ജക്റ്റ്. ഓക്കെ, ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അതായത് ലോക്ക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്, ബൈ ദ യൂസ് ഓഫ് ലോക്ക്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് ബിയുടെ ആ കേസ് നോക്കുക. ഓൾ പെയർസ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ഓഫ് ടു ട്രാൻസാക്ഷൻ ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഇൻ ദി സെയിം ഓർഡർ. അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ ക്ലയൻസ് ഒരു സെയിം ഒബ്ജക്റ്റിനെ തന്നെ അസ് ചെയ്യുന്ന ഒരു കേസ് എടുക്കുകയാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് സെയിം ഒബ്ജക്റ്റിന് തന്നെ ഒരു ക്ലയന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അസസ് ചെയ്തിട്ടുണ്ട്, റീഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അവിടെ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ലോക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അവിടെ ആ ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ വേറൊരു ക്ലയന്റ് ഈ ഒരു സെയിം ഒബ്ജക്റ്റിനെ അസസ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റുമോ? ഇല്ല. കാരണം എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഒരു ഒബ്ജക്റ്റിനെ ഇപ്പോൾ വേറൊരു ക്ലയന്റ് അതിനെ അസസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, ആ ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന റിക്വസ്റ്റ് അടുത്ത ഒരു ക്ലയന്റിന്റെ റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ക്ലയന്റിന് ആ ഒബ്ജക്റ്റിനെ അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു ലോക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലോക്കിംഗ് എന്നുള്ളതിന്റെ ബേസിക് ആയുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് ലോക്കിംഗ് ബേസ് കൺകറൻസി കൺട്രോൾ സിസ്റ്റം ക്യാൻ യൂസ് എയ്തർ വൺ ഫേസ് ഓർ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, കാരണം റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾസിന്റെ കേസ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് വൺ ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾസ് ആണ്. ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, ഐറ്റത്തിന്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് വെക്കും ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ. അതിനുശേഷം ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തിന് മേലുള്ള ആ ഒരു ലോക്ക് ഉണ്ടല്ലോ, ആ ലോക്കിനെ റിലീസ് ചെയ്യാണ്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ഈച്ച് ട്രാൻസാക്ഷൻ ലോക്സ് ആൻ ഐറ്റം ബിഫോർ യൂസ് ആൻഡ് റിലീസസ് ദി ലോക്ക് ആസ് സൂൺ ആസ് ഇറ്റ് ഹാസ് ഫിനിഷ് യൂസിങ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ലോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം കൺകറൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ഡസ് നോട്ട് ഓൾവേസ് എൻഫോഴ്സ് സീരിയലൈസബിലിറ്റി. ഇനി വരുന്നത് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ആണ്. അപ്പൊ അതിൽ രണ്ട് ഫേസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ എ ട്രാൻസാക്ഷൻ ഓൺലി അക്വയർ ഓൾ ദി ലോക്സ് ഇറ്റ് നീഡ്. ഓക്കെ, അതിനാവശ്യമുള്ള എല്ലാ ലോക്സിനെയും എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നു. ആ ലോക്സിനെ ഒന്നും തന്നെ റിലീസ് ചെയ്യുന്നില്ല. ഈ ഒരു ഫേസിനെയാണ് ഗ്രോയിങ് ഫേസ് എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് ഫേസ് അപ്പോൾ എന്തായിരിക്കും? അതായത് ഇപ്പോൾ എല്ലാ ലോക്സിനെയും എന്ത് ചെയ്തു, അക്വയർ ചെയ്തു അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഫേസ് എങ്ങനെയായിരിക്കും? എല്ലാ ലോക്കുകളെയും റിലീസ് ചെയ്യലാണ് അല്ലേ? അപ്പോൾ ഇൻ ദി സെക്കൻഡ് ഫേസ് ദി ട്രാൻസാക്ഷൻ റിലീസസ് ദി ലോക്സ് ആൻഡ് കാനോട്ട് റിക്വസ്റ്റ് എനി ന്യൂ ലോക്സ്.
എല്ലാ ലോക്സിനെയും റിലീസ് ചെയ്യുന്നു, പുതിയ ലോക്സിനെയും തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു ഫേസിനെയാണ് ഷ്രിങ്കിങ് ഫേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫേസ് ആണ് ഗ്രോയിങ് ഫേസ്, രണ്ടാമത്തെ ഫേസ് ആണ് ഷ്രിങ്കിങ് ഫേസ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക് ആണ് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. Every transaction that follow two-phase locking protocol is guaranteed to be serializable. Okay, അപ്പോൾ ട്രാൻസാക്ഷൻ ഈ ഒരു two-phase locking protocols ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സീരിയലൈസബിൾ ആയിരിക്കും. ഓക്കെ, however this approach provide low parallelism between two conflicting transactions. Then ഇനി വരുന്നത് എ സിമ്പിൾ സീരിയലൈസിംഗ് മെക്കാനിസം എക്സ്ക്ലൂസീവ് ലോക്സ്. അപ്പോൾ ലോക്കിന്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കേസാണ് പറയുന്നത്. ദി സെർവർ അറ്റംപ്റ്റ് ടു ലോക്ക് എനി ഒബ്ജെക്ട് ദാറ്റ് ഈസ് അബൌട്ട് ടു ബി യൂസ്ഡ് ബൈ എനി ഓപ്പറേഷൻ ഓഫ് എൻ ക്ലയൻറ്റ്സ് ട്രാൻസാക്ഷൻ. അതുപോലെ ക്ലയന്റ് കേസ് എടുക്കുകയാണെങ്കിൽ ക്ലയന്റ് ഒരു ഒബ്ജക്റ്റിനെ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോക്ക്ഡ് ആണ് ബൈ അനദർ ക്ലയന്റ് ട്രാൻസാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ്, ആ ഒരു ഒബ്ജക്റ്റിന് മേലുള്ള ആ റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ക്ലയന്റിന് വെയിറ്റ് ചെയ്യേണ്ടി വരും until the object is unlocked. ഇതാണ് എക്സ്ക്ലൂസീവ് ലോക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ അപ്പോൾ എക്സ്ക്ലൂസീവ് ലോക്കിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രാൻസാക്ഷൻ ടി ആൻഡ് യു വിത്ത് എക്സ്ക്ലൂസീവ് ലോക്ക്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ട്രാൻസാക്ഷൻ ടിയുടെ കേസ് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻസ് ഉണ്ട്, ലോക്ക് ഉണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യുമ്പോൾ അതാണ് ഓപ്പൺ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓപ്പൺ ട്രാൻസാക്ഷൻ ഫസ്റ്റ് തന്നെ ബി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് റീഡ് ചെയ്യാണ്. ഓക്കെ, ബാലൻസ് ഈക്വൽ ടു ബി ഡോട്ട് ഗെറ്റ് ബാലൻസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ബിനെ ലോക്ക് ചെയ്ത് വെച്ചു. ബി എന്ന് പറയുന്ന അക്കൗണ്ട്, അതായത് ഇവിടെ ആ ഒരു ലോക്കിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഓർ ഡാറ്റ ഐറ്റം അല്ലേ, ലോക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ബി ഡോട്ട് സെറ്റ് ബാലൻസ് അതിലേക്ക് പോയി. സെയിം ടൈമിൽ തന്നെ എന്ത് ചെയ്തു, ട്രാൻസാക്ഷൻ യുയിലേക്ക് ഇന്റർലീവ് ചെയ്തു. എന്നിട്ട് ട്രാൻസാക്ഷൻ യുവിൽ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഓപ്പൺ ട്രാൻസാക്ഷൻ. ഓക്കെ, ഓപ്പൺ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്, അതായത് ബി എന്ന് പറയുന്ന അക്കൗണ്ട് തന്നെ ബാലൻസ് റീഡ് ചെയ്യണം, ബീന് ആവശ്യമാണ്. പക്ഷെ ബി എന്താ, ട്രാൻസാക്ഷൻ ടി ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ടീനെ എസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ആ ഒരു ബീനെ റിലീസ് ആവണ വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും ട്രാൻസാക്ഷൻ യുവിന്. ഓക്കെ, വീണ്ടും ഇന്റർലീവ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ടിയിലേക്ക് പോകുമ്പോൾ അവിടെ എ ഡോട്ട് വിഡ്രോ സംഭവിക്കുന്നുണ്ട്. അതായത് അക്കൗണ്ട് എയിൽ നിന്ന് വിഡ്രോ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, അവിടെ എ എന്ന് പറയുന്ന അക്കൗണ്ടിനെയും ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റിനെയും ലോക്ക് ചെയ്ത് വെച്ചു അല്ലേ. അപ്പോൾ ട്രാൻസാക്ഷൻ ടിയിൽ എന്ത് സംഭവിച്ചു, ട്രാൻസാക്ഷൻ എല്ലാം കഴിഞ്ഞു, ക്ലോസ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ എല്ലാം കഴിഞ്ഞ പിന്നെ എന്താ, ഈ ലോക്കിനെയൊക്കെ റിലീസ് ചെയ്യണം അല്ലേ. അപ്പോൾ അൺലോക്ക് എ ബി. അപ്പോൾ എനെയും ബിനെയും റിലീസ് ചെയ്തു. ദെൻ ഇന്റർലീവ് ചെയ്ത് ട്രാൻസാക്ഷൻ യുയിലേക്ക് പോയപ്പോൾ ഇപ്പോൾ ഇവിടെ ബി കിട്ടി. അപ്പോൾ ബി കിട്ടിയ കാരണം കൊണ്ട് എന്ത് ചെയ്യാം, സെറ്റ് ബാലൻസ് കാണാം അല്ലേ. പിന്നെ ട്രാൻസാക്ഷൻ യുവില് സി എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ വിഡ്രോയിലാണ് പിന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനെ എന്ത് ചെയ്ത് വെച്ചു, ലോക്ക് ചെയ്ത് വെച്ചു. ദെൻ ക്ലോസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ട്രാൻസാക്ഷൻ യുവിലും ട്രാൻസാക്ഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലോക്ക് ചെയ്ത് വെച്ച രണ്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, ബിയും സി ആയിരുന്നു അല്ലേ. അപ്പൊ അതിനെ അൺലോക്ക് ചെയ്തു, അൺലോക്ക് ബി സി. ഓക്കെ, ഇനി വേറൊരു ഏതെങ്കിലും ഇപ്പോൾ ഒരു വി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഈ ഒരു ബിനെ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ബിനെ റീഡ് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് വെക്കും. ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അതിനെല്ലാം അൺലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ദെൻ ഇനി വരുന്നത് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് നോക്കാം. വേറെ ഒന്നല്ല, അതായത് ഒരു ട്രാൻസാക്ഷൻ പ്രോഗ്രസ്സിലാണ്. ഓക്കെ, ഒരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷനിൽ എന്ത് വരുന്നുണ്ട്, ലോക്കുകൾ വരുന്നുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലോക്ക് എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് അല്ലെങ്കിൽ അബോർട്ട് അല്ലെ, ഈ രണ്ട് സ്റ്റേറ്റിലേക്ക് ആയിരിക്കും ലാസ്റ്റ് എത്തുക. ഒന്നെങ്കിൽ കമ്മിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അബോർട്ട് ട്രാൻസാക്ഷൻ ആയിരിക്കാം. അതുവരെ എന്ത് വേണം, ഈ ലോക്ക് അതുപോലെ തന്നെ വേണം എന്ന്. ഓക്കെ, എനി ലോക്സ് അപ്ലൈഡ് ഡ്യൂറിംഗ് ദി പ്രോഗ്രസ് ഓഫ് ആൻ ട്രാൻസാക്ഷൻസ് ആർ ഹെൽഡ് അണ്ടിൽ ദി ട്രാൻസാക്ഷൻ കമ്മിറ്റ്സ് ഓർ അബോർട്ട്. അതായത് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ട്രാൻസാക്ഷൻ അബോർട്ട് ട്രാൻസാക്ഷൻ ആവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്തിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, അതായത് ഡേർട്ടി റീഡ് അതുപോലെ തന്നെ പ്രീമിച്യൂർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസുകളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, സ്ട്രിക്റ്റ് എക്സിക്യൂഷൻ പ്രിവെന്റ് ഡേർട്ടി റീഡ് ആൻഡ് പ്രീമിച്യൂർ റൈറ്റ് ഇഫ് ട്രാൻസാക്ഷൻ അബോർട്ട്. ഓക്കെ, അതിനാണ് പറയുന്നത് ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത്
എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന വരെ ഒന്നെങ്കിൽ കമ്മിറ്റ് ആവാം അല്ലെങ്കിൽ അബോർട്ട് ട്രാൻസാക്ഷൻ ആവാം, അതുവരെ ആ ലോക്ക് അതുപോലെ തന്നെ ഉണ്ടാവണം. ഇൻ കേസ് ഇപ്പോൾ ആ ലോക്ക് അതിൽ നിന്ന് റിലീസ് ചെയ്തു, ലോക്ക് റിലീസ് ചെയ്ത് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് കൊടുത്തു, പെട്ടെന്നായിരിക്കും ആ ഒരു ട്രാൻസാക്ഷൻ അബോർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും ആ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് പോകും അല്ലേ. പക്ഷെ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലീസ് ചെയ്ത ലോക്കിനെ യൂസ് ചെയ്യുകയും ചെയ്തു, അപ്പോൾ അവിടെ ഡേർട്ടി റീഡും പ്രീമച്വർ റൈറ്റും ഒക്കെ വരും. അപ്പം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, a transaction that read or write an object must be delayed until other transaction that wrote the same object have committed or aborted. അതായത് ഒരു ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വേറൊരു ട്രാൻസാക്ഷൻ ഈ ഒരു ട്രാൻസാക്ഷനെ സെയിം ഒബ്ജക്റ്റിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റീഡ് ഓർ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്, റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ട്രാൻസാക്ഷന് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിലേ വരുത്തുകയാണ്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഫസ്റ്റ് നോക്കട്ടെ, അതിന് ശേഷമാണ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പോകുന്നത്, അതിലേക്ക് ഇന്റർലീവ് ചെയ്യണത്, അതിൽ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഫോർ റിക്കവറി പർപ്പസസ് ലോക്സ് ആർ ഹെൽഡ് അണ്ടിൽ അപ്ഡേറ്റഡ് ഒബ്ജക്റ്റ് ഹാവ് ബീൻ റിട്ടേൺ ടു പെർമനന്റ് സ്റ്റോറേജ്. ഇനി വരുന്നത് ഗ്രാനുലാരിറ്റി ആണ്. അപ്ലൈ ലോക്സ് ടു സ്മോൾ തിങ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് ബാലൻസസ്. ഓക്കെ, there are no assumptions as to granularity in the scheme we present. Then ഇനി വരുന്നത് റീഡ് ലോക്സ് ആൻഡ് റൈറ്റ് ലോക്സ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ കൺകറന്റ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷന് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, or a single transaction writing an object but not both, commonly referred to as many readers or single writer scheme. അപ്പോൾ ഇവിടെ 2 types of locks ആണ് യൂസ് ചെയ്യുന്നത്, റീഡ് ലോക്ക് അതുപോലെ തന്നെ റൈറ്റ് ലോക്സ്. ഇനി ബിഫോർ എ ട്രാൻസാക്ഷൻ റീഡ് ഓപ്പറേഷൻ ഈസ് പെർഫോം, എന്ത് ചെയ്യണം, അതായത് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നായിട്ട് ഒബ്ജക്റ്റിൽ റീഡ് ലോക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. A read lock should be set on the object. ഇനി ട്രാൻസാക്ഷനിൽ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിനേക്കാൾ മുന്നായിട്ട് എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിന് റൈറ്റ് ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എ റൈറ്റ് ലോക്ക് ഷുഡ് ബി സെറ്റ് ഓൺ ദി ഒബ്ജക്റ്റ്. ഇനി പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷന് വെയിറ്റ് ചെയ്യണം. എപ്പോഴാണ് പോസിബിൾ ആവുന്നത് അതുവരെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ സെവറൽ കൺകറന്റ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതായത് റീഡിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഒരിക്കലും അതിന് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. ഓക്കെ, an attempt to set and read lock on an object with an read lock is always successful. So read locks are sometimes called shared lock അല്ലേ, അതായത് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലോക്കിനെ ഷെയർഡ് ലോക്ക് എന്ന് പറയുന്നത്, റീഡ് ലോക്കിനെ. ഓക്കെ, ദെൻ ഇനി വരുന്നത് ലോക്ക് കോമ്പാറ്റബിലിറ്റി ആണ്. അപ്പോൾ ഈ ഒരു കേസ് വെച്ചാൽ an object can be read and write from the compatibility table. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് pairs of read operation from different transaction do not conflict അല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സിമ്പിൾ എക്സ്ക്ലൂസീവ് ലോക്ക് യൂസ് ചെയ്താൽ മതി ഫോർ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ റെഡ്യൂസസ് കൺകറൻസി മോർ ദാൻ നെസസറി. ഇനി 2 റൂൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രാൻസാക്ഷൻ ടി എന്ന് പറയുന്നത് ഓൾറെഡി റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ദെൻ എ കൺകറന്റ് ട്രാൻസാക്ഷൻ യു മസ്റ്റ് നോട്ട് റൈറ്റ് അണ്ടിൽ ടി കമ്മിറ്റ്സ് ഓർ അബോർട്ട്. ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഓൾറെഡി റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത കൺകറന്റ് ട്രാൻസാക്ഷൻ യു എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് പാടില്ല അണ്ടിൽ ടി എന്ന് പറയുന്നത് കമ്മിറ്റ് അല്ലെങ്കിൽ അബോർട്ട് ട്രാൻസാക്ഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നത് വരെ. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ ടി എന്ന് പറയുന്നത് റൈറ്റ് ഓപ്പറേഷൻ ഓൾറെഡി പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺകറന്റ് ട്രാൻസാക്ഷൻ യു എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് പാടില്ല. ദെൻ കൺകറന്റ് യു മസ്റ്റ് നോട്ട് റീഡ് ഓർ റൈറ്റ് അണ്ടിൽ ടി കമ്മിറ്റ്സ് ഓർ അബോർട്ട്. ഇതാണ് 2 റൂൾസ് വരുന്നത്. ഇതാണ് ലോക്ക് കോമ്പാറ്റബിലിറ്റി. ദെൻ ഇനി വരുന്നത് യൂസ് ഓഫ് ലോക്സ് ഇൻ സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിംഗ് ആണ്. അതിൽ when an operation assesses an object within a transaction ഒരു ഒബ്ജക്റ്റിനെ അസസ് ചെയ്യാണ്. ആ ഒരു അസസ് ചെയ്തെടുക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് റീഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ലോക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിങ്ങിൽ അത്
ലോക്ക് ചെയ്യണം അല്ലേ? ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഓൾറെഡി ലോക്ക്ഡ് ഇറ്റ് ഈസ് ലോക്ക്ഡ് ആൻഡ് ദി ഓപ്പറേഷൻ പ്രൊസീഡ്. ഇനി ഇഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ആൻ കോൺഫ്ലിക്റ്റിംഗ് ലോക്ക് സെറ്റ് ബൈ അനദർ ട്രാൻസാക്ഷൻ, അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്ഷൻ അൺലോക്ക് ആവണ വരെ, ഈ ഒരു ആ ഒബ്ജക്റ്റിലുള്ള ആ ലോക്ക് അൺലോക്ക് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യണം അല്ലേ? ദി ട്രാൻസാക്ഷൻ മസ്റ്റ് വെയിറ്റ് അണ്ടിൽ ഇറ്റ് ഈസ് അൺലോക്ക്ഡ്. ഇനി ഇഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ആൻ നോൺ കോൺഫ്ലിക്റ്റിംഗ് ലോക്ക് സെറ്റ് ബൈ അനദർ ട്രാൻസാക്ഷൻ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ലോക്ക് എന്ന് പറയുന്നത് ഷെയർ ചെയ്യാണ്. ഓക്കെ, ദി ലോക്ക് ഈസ് ഷെയർഡ് ആൻഡ് ദി ഓപ്പറേഷൻ പ്രൊസീഡ്. ഇനി ഇഫ് ദി ഒബ്ജക്റ്റ് ഹാസ് ഓൾറെഡി ബീൻ ലോക്ക്ഡ് ഇൻ ദി സെയിം ട്രാൻസാക്ഷൻ, അങ്ങനെയാണെങ്കിൽ the lock will be promoted if necessary and the operation proceed. Okay. ഇനി when a transaction is committed or aborted, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സെർവർ ഒബ്ജക്റ്റിന്റെ ലോക്കിനെല്ലാം തന്നെ അൺലോക്ക് ചെയ്യും അല്ലെ? The server unlock all object it locked for the transaction. Okay. The server applies locks when the read or write operations are about to be executed. The server releases transaction lock when commit transaction or abort transaction. Okay. Okay friends, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ലോക്കിങ്ങിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി 2 ടോപ്പിക് കൂടി നമുക്ക് നോക്കാനുള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ 3 ടോപ്പിക് കൂടെ നോക്കണം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.